അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻമേയർ. അപ്പോൾ മൈൻക്രാഫ്റ്റ് സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടികളൊക്കെ പറയുന്നതിന് മുമ്പ് ഇവനൊരു പേര് കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. അപ്പോൾ ഒരു ബ്രോ കമൻറ്റ് ചെയ്തായിരുന്നു 2 പേര്, ചൊക്ലി, ചിക്കു. ഇവനെ കണ്ടിട്ട് അങ്ങനെ ചൊക്ലി എന്ന് വിളിക്കാൻ തോന്നിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പാവളാവൻ. അപ്പോൾ ഇവന് ഞാൻ ചിക്കു എന്ന് പേരിടാൻ പോണ്. ഏതാ അതിന് തൊട്ട് നമ്മൾ ചിക്കുവാണ്. അപ്പം നെതറിലോട്ട് പോകാം. അത് എന്ത് പരിപാടി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഞാൻ ഒരു നെതറിൽ പോയപ്പോൾ ഒരു ഭാഷം കണ്ടുപിടിച്ചായിരുന്നു. നമ്മളത് ഇന്ന് റെയ്ഡ് ചെയ്യാൻ പോകണം. ഏതാ അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾക്കറിയാം പിഗ്ലിങ്സ് എന്ന് പറയുന്നമാതിരി എത്ര ഡേഞ്ചറാണ്. അപ്പം ഞാൻ ഇന്നത് പോയി റെയ്ഡ് ചെയ്യാൻ പോകണം. അത് നമുക്ക് റെയ്ഡ് ചെയ്യാൻ നേരമാണെന്ന് തോന്നുന്നു. മറ്റേ ആ ടെംപ്ലേറ്റ്, ആർമർ ട്രിം, അങ്ങനെ സാധനങ്ങളെല്ലാം കിട്ടും. ഈ ഒരു ബാസനിൽ തന്നെയാണ് കിട്ടുന്നത്. എനിക്ക് ഇതേപോലൊരു ബാസനാണ് നേരത്തെ എൻ്റെ വീട്ടിൽ കാണും. ഈ സെയിം ബാസൻ. അപ്പം അത് പകുതി പക്ഷേ മണ്ണിൻ്റെ അടിയിലായിരുന്നു, നെതറാക്കിൻ്റെ അടിയിലായിരുന്നു. അപ്പം ഇതിൽ നിന്ന് ഒരു ടെംപ്ലേറ്റ് ഇല്ല, ഒരു ആർമർ ട്രിം, അതിലേതെങ്കിലും ഒന്ന് കിട്ടുമായിരിക്കില്ലേ. ചിലപ്പോൾ 2 കിട്ടില്ല അക്കൗണ്ടെങ്കിൽ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോണത്. പിന്നെ അതിനകത്ത് കുറേ അധികം ലൂട്ട് കിട്ടും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറേ എണ്ണം കിട്ടും. അപ്പം നമുക്കത് പോയി ഒന്ന് റെയ്ഡ് ചെയ്യണം. അതിനാണ് ഇന്നത്തെ മെയിനായിട്ട് വന്നത്. ഈ ബോയ് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ഗ്യാസാണ്. മരുന്ന് അടി തൂക്കി വിടും. ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ കയറിയിട്ടുണ്ട്. എന്ത് ചെയ്യുന്നത് ഇറങ്ങിയത്. ഇപ്പോൾ സേഫാണ്. നമുക്ക് ഏതെങ്കിലും സൈഡിലോട്ട് പോയി നോക്കാം. ബാസിന് മുമ്പ് ആ സൈഡിൽ ബാക്കിലോട്ട് എന്തോ അറിയത്തില്ല. ഞാൻ ബാസിനെ ആദ്യം നോക്കിയൊന്നുമില്ല. അപ്പോൾ ഇതുവഴി അങ്ങോട്ട് വരാൻ പോയി നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്തായാലും വന്നേല്ലേ. അപ്പോൾ ഞാൻ ആ ഗോൾഡൻ ബൂട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പിഗ്ലിംഗ് ഒന്നും എന്നെ ഒന്നും ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഇവന്മാരൊന്ന് അറിഞ്ഞു കളയും. ഇവിടുന്ന് അങ്ങോട്ട് സോൾസ് ആൻഡ് വാലി തന്നെയാണ്. ആണ്. ഇവിടുന്ന് ആ ഒരു ഹാപ്പി ഗസ്റ്റിനെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ പിഗ്ലിങ്സുമായിട്ട് ട്രൈ ചെയ്യുക. ഗസ്റ്റ് വന്നല്ലോ, തിരിച്ചു. അപ്പോൾ ഈ സോൾസ് ആൻഡ് വാലിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ വാസൻ ട്രേഡ് ചെയ്താൽ വന്നു കഴിഞ്ഞാൽ അത് റെയ്ഡ് ചെയ്യണം. എന്തിന് ചെയ്യാൻ വന്നേ. അവിടെ കുറേ ഗ്ലോ സ്റ്റോൺ ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. വേണ്ട, സ്കെൽട്ടൺ നിൽക്കുന്നു. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തിന് ചെയ്യാൻ കാണുമെന്ന് അറിയുന്നു. ഇവിടെ താഴെ ഇറങ്ങി നോക്കണം. ഇവിടെ കുറച്ച് വഴിയുണ്ട് താഴോട്ട്, അങ്ങോട്ട് ഇറങ്ങി നോക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവിടെ കുറച്ച് ഗോൾഡൊക്കെ ഇരിപ്പുണ്ട്. ഗൈസ്, ഗ്ലോ സ്റ്റോൺ പൊക്കത്തിലാണ്. അല്ലല്ല. അപ്പോൾ ഗൈസ്, ഇതേന്ന് കുറച്ചെടുക്കാം. നമുക്ക് ആ ഒരു പോർഷൻ ഏതാണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണം. ഇത് ആ സിൽക്ക് ടച്ച് ഉണ്ടായിരുന്നേ ഞാൻ വന്ന് കുറച്ചുകൂടെ എടുത്തേന്. ഇപ്പം കുറച്ച് എന്തായാലും എടുത്തോണ്ട് വന്നേല്ലേ, എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കും. ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് തിരിച്ച് കയറിയേക്കാം. എവിടെ കയറിയിട്ടുണ്ട്. ഗൈസ്, ബാസ് മൈൻഡ് റെയ്ഡ് ചെയ്യുന്നതിന് നല്ല ടൈം എടുക്കും. എന്ന് വെച്ചാൽ അവരുള്ളവന്മാരെ എല്ലാത്തിനെയും കൊല്ലണം. അതിനാണ് ഞാൻ ഈ ബോയും കൊണ്ടുവന്നത്. ഒരു മിനിറ്റ്. അപ്പം അവിടെ എങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. ഇല്ല, താഴെയാണ്, കുഴിയാണ്. ഇത് കണ്ടാ മണ്ടയ്ക്കാമായിരിക്കും. അപ്പോൾ ഈ താഴെ ഫുള്ള് ലാവയാണ്. വേറെ ഒന്നും ചെയ്യാനില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആ നടുക്കായിട്ടാണ് നമുക്ക് കുറേ മറ്റേ മെയിനായിട്ടുള്ള ചെസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ ഈ ഇപ്പുറത്തെ സൈഡിൽ ആ ബിൽഡിങ്ങിന് മണ്ടയ്ക്കുണ്ട് 3-4 എണ്ണം ഉണ്ട്. 4 ചെസ്റ്റ് നോക്ക് മുഴുവൻ കുറേ മാര്. എനിക്കൊരു മിനിറ്റ്. ഇവന്മാരെ എങ്ങനെയാണ് അവിടെ താറ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഇവന്മാരെ 2 പേരെങ്കിലും കൊല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമാവും. മാർക്ക് കിളി പോയാ എന്തേട്ട് താഴോട്ടായിരുന്നു. ഇപ്പം എനിക്ക് വട്ടായതാണോ മാർക്ക് വട്ടായതാണ്. അയ്യോ ഗൈസ്, പിഗ്ലിങ്സ് ഇത്രയും മണ്ടം വരെ ചത്തമാര് താഴെയാണ്. അവനെ കൂടെ അടിച്ചിട്ടേക്കാം. താഴെപ്പെടാം. ചത്തില്ലേ അവൻ. പക്ഷേ ഈ ബാക്ക് ഡ്രസ്സ് ഇട്ടാനാണ് ബാക്കിയുള്ളവന്മാർ പിന്നെയും കുഴപ്പം. ഈ ബൂട്ടിട്ടാൽ മതി, മറ്റേ ഗോൾഡൻ. ഇവന്മാർ ഇതിനെ എന്തോ ഇട്ടാലും വന്ന് അറിഞ്ഞു കളയും. ബാസൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവന്മാരാണ്. അപ്പോൾ ഗൈസ്, ഇവന്മാർ താഴെ മണ്ണാളാ കേട്ടോ ശരിക്കും. ഇത് ഒരുത്തിനോട് മണ്ട കഴിപ്പുണ്ട്, താഴെ നിൽപ്പുണ്ട്. അവനെ ഒന്നാക്കാം. ഏതാ ഞാൻ എയിം ഗോഡ്. അവനെ കൂടെ അടിച്ചിടാൻ പറ്റുമെന്നുണ്ട്. കൊണ്ട് ഒന്ന് പറയാം. കൊണ്ടില്ല. താഴെ ഈ സൈഡിലോട്ട് ഇപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല പൊക്കത്തിലാണ്. ഇവിടെ ഇറങ്ങണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആർമൺ ടൂൾസൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം.
അപ്പോൾ ഗൈസ് എന്തായാലും ആ മണ്ടാവശ്യം നമുക്കിപ്പോൾ തന്നെ റെഡി ചെയ്ത് തീർക്കാം. ഇതിൽ ഇറങ്ങാൻ പറ്റുമോ? ഇപ്പം അപ്പുറത്തോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ തോന്നുന്നു. എനിക്ക് ഗ്യാസിനേ ഉള്ളൂ പേടി. ആവുമെന്നൊരു പുറയുന്ന ഒരു അറിയത്ത് പോലും ഇല്ല. അതുകൊണ്ട് പറഞ്ഞ് തീർന്നില്ല. അപ്പോൾ ഗൈസ് 2 മിനിറ്റിനകത്തിരിക്കുക. അവന്മാരിപ്പോൾ ഡീസ്പോൺ ആവുമായിരിക്കും. ഇതൊരു അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇതൊരു ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. സൈഡിലോട്ട് പോയാൽ മതിയായിരിക്കും. താഴെ കുഴിയാണോ? അയ്യോ, അപ്പോൾ തിരിച്ചോ. മണ്ടയിൽ കൂടെ തന്നെ പോകേണ്ട വരും. കയറാ ഗ്യാസിനെ അടിച്ച് കൊല്ലാൻ സാധ്യതയുണ്ട്. ഈ ഒറ്റ ഓട്ടം പിടിക്കൂ. പക്ഷേ ഇവിടുന്ന് ബ്രിഡ്ജ് ചെയ്ത് പോകാം. ഈ ലാഭമുണ്ട്. അപ്പുറ സൈഡിൽ കൂടെ വേണേൽ പോകാം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നു. ആ ഒരു പന്നി ഉണ്ടല്ലോ നമുക്ക് പ്രോക്സോപ്സ് കിട്ടുന്നേ, അവൻ വന്ന് നമ്മളെ അടിച്ച് തൂഫിക്കളയും. അതുകൊണ്ട് അത് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ബ്രിഡ്ജ് ചെയ്ത് അങ്ങ് ഒരു ഇതൂടെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പുറത്ത് കയറിയിട്ടുണ്ട്. ബാസിന് കുറച്ച് സിമ്പിളായി. ഇവിടെ താഴെ പോകണ്ട, ബ്ലോക്ക് വെച്ച് ഫുള്ള് കുറച്ചും കൂടെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് അകത്തോട്ട് കയറി നോക്കാം എന്തോ കിട്ടുമെന്ന് അറിഞ്ഞുകൂടെ. സെയിം തന്നെ ഗൈസ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ആർമ ടെംപ്ലേറ്റ് അത് നമുക്ക് കിട്ടി. ആൻഡ് സോൾ സ്പിരിറ്റ് പോവാ ഏതാ അത് കൊള്ളാം. അത് ഗോൾഡൻ ബൂട്ടാണ്. അതുകൊണ്ട് ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഗോൾഡ് ബൂട്ട്സ് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അതെന്താ ഉള്ളത്? സോൾ സ്പിരിറ്റ് ബുക്ക് ഏതാ ഗൈസ്? അത് ഭയങ്കര റെയറാണിത്. എന്നാൽ നല്ലൊരു കാര്യം, നമുക്ക് ആ ബൂട്ടിലോട്ട് ആഡ് ചെയ്യാം. ഈ ബ്ലോക്ക് ഓഫ് ആണ്, അത് എന്തായാലും ആവശ്യം വരും. നമുക്ക് ആൻവിൽ ഉണ്ടാക്കണം. മ്യൂസിക് ഡിസ്ക് 2 സോഡ് അതൊക്കെ മതി. കുറച്ച് ആരോ ഒക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ആ സോൾ സ്പീഡ് ബുക്ക് നല്ല കാര്യമാണ്. എന്തായാലും കിട്ടി. ഇല്ല ആ പിഗ്ലിങ്സ് വഴി ഞാൻ ട്രേഡ് ചെയ്യേണ്ടി വന്നതിന്. ഇല്ല ആ ബൂട്ട് മാക്സ് ഒക്കെ. ആ ബൂട്ടിൽ നമുക്ക് കുറേ എൻചാൻറ്റ്മെൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്തും കുറേ ആരമാണ്. കുറേ മാഗ്മ ബോൾ, ഒരു പോർക്ക് ചോപ്പ്, വേറെ എന്തെല്ലാം ഉണ്ടോ? വേറെ ഒന്നുമില്ല. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഇതിനകത്ത് പുറകെ വെച്ചേക്കാം. ഗൈസ് വേറെ സോഡ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തേക്കാം. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഗോൾഡൻ ക്യാരറ്റ് ഏതാ ഗൈസ്? ആ നല്ലൊരു ഫൈൻഡ്. ഗോൾഡൻ ക്യാരറ്റ് എന്തായാലും നല്ല ആവശ്യമാണ്. മ്യൂസിക് ഡിസ്ക് വേറെ എന്താ ഉള്ളത്? ഇതെന്താ ഗിൽഡ് ബാക്സോണാ? എന്ത് ഗോൾഡാണോ അത്? ഈ സാധനം എനിക്ക് അറിഞ്ഞുകൂടാത് ഗൈസ്. കുറച്ച് ഇങ്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇതെന്ത് ഫ്ലിൻറ്റിന് വരും? ഓക്കെ, ഫ്ലിൻറ്റ് വേണ്ട നമുക്ക്. പൈസ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഇത്ര ഉള്ളം തോന്നും. നമുക്ക് ഇനി താഴോട്ട് എന്തായാലും ഇറങ്ങി കഴിഞ്ഞാൽ അമ്മമാർ കൊല്ലും. അപ്പോൾ നമുക്ക് ഈ നല്ലൊരു ഗോഡ് ബോ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഒരു ഇൻഫിനിറ്റി ഒക്കെ ആഡ് ചെയ്തൊരു ബോ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഫിഷ് ഫാം ഉണ്ടാക്കുന്ന അടുത്ത എപ്പിസോഡിനകത്ത് ഒരു ഓട്ടോമാറ്റിക് ഫിഷ് ഫാം ഉണ്ടാക്കും. അതിനകത്ത് ഒരു ഓട്ടോ ക്ലിക്കർ മതിയെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നേരത്തെ വേൾഡിൽ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ കഴിച്ച് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് ചെല്ലട്ടെ. അപ്പോൾ കഴിച്ച് ഞാൻ തിരിച്ച് പോർട്ടലിൻ്റെ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ചിലപ്പം ഇല്ല ഗ്യാസ് വന്ന് തന്നെ അടിച്ചു കൊല്ലും. അപ്പോൾ കഴിച്ച് കാണുന്നില്ല, ഒരു കമൻറ്റ് ചെയ്തിട്ട് പോവാം ഏത്. അപ്പോൾ കഴിച്ച് നമുക്ക് താഴോട്ട് നോക്കാം. ഈ കിട്ടിയ സാധനമെല്ലാം പറക്കി വെച്ചേക്കാം. എന്തായാലും ആർമർ ടെംപ്ലേറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് നെതറൈറ്റ് ആക്കാൻ വലിയ പാട് കാണത്തില്ല. കുറേ ഡയമണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി എന്തായാലും വേണ്ടേ? ഇനി അടുത്ത സാധനങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ ഗൈസ് നെതറൈറ്റ് അപ്ഗ്രേഡ്, സ്മിത്തിങ് ടെംപ്ലേറ്റ്, ഇതേതാ സാധനം? അപ്പോൾ ഗൈസ് നമുക്ക് നെതറൈറ്റ് ആർമർ ഉണ്ടാക്കാനുള്ളതായി. ആൻഡ് കുറേയധികം ഗോൾഡ് ക്യാരറ്റ്, കുറേയധികം. അപ്പോൾ ഗൈസ് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനം ഇതിനകത്ത് പുറകെ വെച്ചേക്കാം. അതെന്തുപോലെ ഹോഴ്സ് ആർമർ ഇപ്പോൾ കിട്ടിയതാണോ? ഹോഴ്സ് ആർമർ എനിക്ക് ഓർമ്മയില്ല ഇതിനകത്ത് കൊണ്ടുവച്ചേ. ഇത് നമുക്ക് മറ്റേ മോബിന് ഇടാൻ പറ്റുമോ അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് ഈ സ്മിതിങ് ടെംപ്ലേറ്റ് ഒക്കെ ഈ വാല്യുബിൾ പെട്ട് ചെയ്യാത്ത വെച്ചേക്കാം. ഈ സോൾ സ്പിരിറ്റ് ഇത് നല്ല റെയറാണ് കിട്ടാൻ. ഇത് ഭയങ്കര പാടാണ് കിട്ടാൻ. ഇല്ലേ പിന്നെ നമുക്ക് ആ എന്തെന്ന് പിഗ്ലിങ്സുമായിട്ട് മറ്റേ ഈ ഗോൾഡ് ട്രേഡ് ചെയ്യണം. അതാണ് അവന്മാർ ഡ്രോപ്പ് ചെയ്യുന്നതിന് ചാൻസും കുറവാണ്. നല്ല പാടാണ് കിട്ടാൻ. എന്തായാലും നല്ലൊരു കാര്യം. അപ്പോൾ ബാക്കി എൻചാൻറ്റ്മെൻറ്റൊക്കെ നമുക്ക് ബൂട്ടിലോട്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ ഈ ആൻവിൽ ഉണ്ടാക്കണം. അതിന് നമ്മുടെയൊക്കെ ഇപ്പോൾ ഒരു ബ്ലോക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻവിൽ ഇനിയും വേണം കുറച്ചുകൂടെ. അത് ഞാൻ അടുത്ത എപ്പിസോഡിനകത്ത് സെറ്റ് ചെയ്യാം. ആൻവിൽ നമുക്ക് ആ എൻചാൻറ്റ്മെൻറ്റ് ടേബിളിനെ ഫുള്ളും ബുക്ക് ഷെൽഫ് സെറ്റ് ചെയ്യണം അടുത്ത എപ്പിസോഡിനകത്ത്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത എപ്പിസോഡിലെ പരിപാടി. അപ്പോൾ ഗൈസ് ഈ ബ്ലോക്ക് ഓഫ് ആണ് 9 ആണ് കാണാം. അപ്പം ശരി, നമുക്ക് കിട്ടിയ സാധനമെല്ലാം പുറകെ വെക്കണമല്ലോ. എവിടെ അതിന് ഇത്രയും 11 ഉള്ളൂ. അത് ചെറിയ കാര്യമില്ല. 1 2
ഷാർപ്നെസ് 3 ലൂട്ടിങ് 2 ഷാർപ്നെസ് 2 ലോക്ക് ബാക്ക് 1 3 സോഡ്. അതിരിക്കട്ടെ, എന്തായാലും നമുക്ക് ആവശ്യം വരും. ആൻവിൽ ഉണ്ടാക്കിയിട്ട് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. അപ്പം ഗൈസ് ഈ സോൾ സ്പീഡ് ബൂട്ട് കിട്ടി. ഇത് ഗോൾഡൻ ആണ്, അതിലെല്ലാം പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമുക്ക് ആ ബാസ്റ്ററിൻ്റെ താഴോട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ കുറേ അധികം ലൂട്ട് കിട്ടിയേനെ. കുറേ ഡയമണ്ട് ആർമർ, നമുക്ക് ആ ഒരു ഏഷ്യൻ ഡെർബീസൊക്കെ കിട്ടിയേനെ. ഗൈസ് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇത് സ്മെൽറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് ഗോൾഡല്ലേ? ഇത് മൈൻ ചെയ്യാൻ പറ്റുമോ? ഇതെന്തോ അപ്പോൾ ഇത് ഗോൾഡ് അല്ലായിരുന്നാ? ഞാൻ ഗോൾഡ് ബ്ലോക്കാന്ന് പറഞ്ഞോണ്ട് എടുത്തുകൊണ്ടാന്ന്. മൈൻ ചെയ്യാൻ പറ്റൂലേ? അയ്യേ, ഇത് പിന്നെ എന്തിനാ ഞാൻ എടുത്തുകൊണ്ട് വന്നേ? വേസ്റ്റ് ഓഫ് ടൈം. ഗിൽഡ് ബ്ലാക്ക് സ്റ്റോൺ എന്ത് എന്തേലും ആട്ടെ. നമുക്കിതെല്ലാം ഈ നെതറേറ്റ് പെട്ടിക്കകത്ത് വെച്ചേക്കാം. ഇവിടെ സാധനങ്ങൾ നെതറേറ്റ് പെട്ടി, മാഗ്മ ബോൾ എവിടെ വെക്കണം? ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് തന്നെ ഇല്ലേ? ഓക്കെ. അപ്പോൾ ഈ മേളത്തെ റോ ഫുള്ള് നമ്മൾ നെതറിലൊക്കെ കൊണ്ടുവരുന്ന ഐറ്റംസ് ആയിരിക്കും വെക്കുന്നത്. ഈ ബ്ലോക്ക്, വുഡ്, അങ്ങനെ സാധനങ്ങളെല്ലാം മണ്ടക്കായിരിക്കും വെക്കുന്നത്. ആൻഡ് ഗൈസ്, എൻ്റെ കൈ ഇരിക്കുന്നത് എന്താണെന്ന് കണ്ടോ? ഗോൾഡൻ ക്യാരറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇപ്പോൾ ടോട്ടല് 10 ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്. ഏതാ? അപ്പോൾ ഗൈസ് ഇന്നോട്ട് ഞാൻ മൈൻക്രാഫ്റ്റ് കോഡ് ഏതാ? ശരി എന്നാൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരി എന്നാൽ, ബൈ ബൈ.